നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതിനു പിന്നാലെ ഷാഫിക്ക് നേരെ ആക്രമണം, ഒറ്റതിരിഞ്ഞുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഡോക്ടർ പി സരിൻ ഷാഫി പറമ്പിലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. മറ്റൊരു നേതാവും രംഗത്ത് വന്നിരിക്കുന്നു. ആദ്യം പി സരിനിലേക്ക് പോകാം. ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഷാഫി പറമ്പിൽ എംപിയെ ഉന്നം വെച്ച് സരിൻ നടത്തിയ പ്രസ്താവനകളാണ് ശ്രദ്ധേയമാവുന്നത്. രാഹുലിനെതിരായ പരാതിയിൽ യുവതി വടകരയിലെ ഒരു ഫ്ലാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. വടകരയിൽ ഫ്ലാറ്റ് ഉണ്ടെന്നും അവിടേക്ക് ചെല്ലാനും രാഹുൽ ആവശ്യപ്പെട്ടതായാണ് പരാതിയിൽ പറയുന്നത്. എന്നാൽ രാഹുലിന് വടകരയിൽ ഫ്ലാറ്റ് ഉള്ളതായി ആർക്കെങ്കിലും അറിവുണ്ടോ എന്ന ചോദ്യമാണ് സരിൻ ചോദിക്കുന്നത്. സ്ഥലം എം പിയായ ഷാഫി പറമ്പിലിനോട് ചോദിച്ച് ആരെങ്കിലും അറിയിച്ചാൽ മതി എന്നാണ് സരിൻ ഷാഫിയെ ഉന്നമിട്ട് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ മറുപടി ഇല്ല എങ്കിൽ പിന്നെ ചോദിക്കാൻ വരുന്നത് കേരള പോലീസ് ആയിരിക്കുമെന്നും സരിൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വി കെ സനോജും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും ഷാഫി പറമ്പിൽ എം പിയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസിനുള്ളിലെ ക്രൈം സിൻഡിക്കേറ്റിലെ രണ്ടാമനാണ് ഇപ്പോൾ ജയിലിൽ പോയിരിക്കുന്നതെന്ന് വി കെ സനോജിന്റെ വിമർശനം. സിൻഡിക്കേറ്റിലെ ഒന്നാമനും ഇതേ വഴിയിൽ തന്നെ തുറന്നു കാട്ടപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നും ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിട്ട് വി കെ സനോജ് പറഞ്ഞു. അതിജീവിതയെ വടകരയിലെ ഫ്ളാറ്റിൽ ക്ഷണിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. വടകരയിൽ ആർക്കാണ് ഫ്ളാറ്റ് ഉള്ളത്? രാഹുലിന്റെ ഫ്ളാറ്റ് പാലക്കാടല്ലേ? ഇത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും സനോജ് പറഞ്ഞു. വയനാട്ടിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ എന്ന പേരിലും ഈ ഇരപിടിയൻ പെൺകുട്ടികളെ സമീപിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വയനാടിന്റെ ദുരന്ത ഭൂമിയിലെത്തിയത് അവിടെ എന്തെങ്കിലും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടല്ല. തൻ്റെ ഇത്തരം ചെയ്തികൾക്കുള്ള പണം സമാഹരിക്കാനുള്ള അവസരമായി രാഹുൽ ആ വയനാട് ദുരന്തത്തെ കണ്ടുവെന്നും വി കെ സനോജിന്റെ രൂക്ഷ വിമർശനം. പെൺകുട്ടികളെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോവുക, അവിടെ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുക, ഗർഭചിത്രം നടത്തുക, എന്നിട്ട് ഇതിൻ്റെയൊക്കെ പണം പല ദുരന്ത നിവാരണ ഫണ്ടുകളിൽ നിന്ന് എടുക്കുക, എന്ത് നെറികേടാണ് ഇവർ കാണിക്കുന്നതെന്നും വി കെ സനോജ് ചോദിച്ചു. ഇവർ ചെയ്യുന്ന നെറികേടിനെല്ലാം കോൺഗ്രസ് നേതൃത്വം കൂട്ടുനിൽക്കുകയാണ്. തനിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് മോശം പരാമർശങ്ങൾ നേരിടേണ്ടി വന്നതായി ഒരു കോൺഗ്രസ് പ്രവർത്തക ഷാഫിയോട് പറഞ്ഞിരുന്നു. പക്ഷെ എല്ലാ അർത്ഥത്തിലും ഷാഫി രാഹുലിനെ പിന്തുണച്ചു. 30 സെക്കൻഡ് കൊണ്ട് 300 വീടുകൾ നിർമ്മിച്ച് നൽകിയ പ്രതിപക്ഷ നേതാവിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ അതിൽ നിന്നൊരു 10 സെക്കൻഡ് മാറ്റിവെച്ച് രാഹുലിനെയും മറ്റും ഇത്തരം ചെയ്തികൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണമായിരുന്നു. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പിന്തുണ നൽകുന്ന കോൺഗ്രസിനെ ക്രൈം സിൻഡിക്കേറ്റിനെ തിരിച്ചറിയേണ്ടതുണ്ട്. മഹാരഥന്മാരായ ആളുകൾ നയിച്ചിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടി എന്ന് ഭരിക്കുന്നത് ബലാത്സംഗ വീരന്മാരാണെന്നും വി കെ സനോജ് വിമർശിച്ചു. അതേസമയം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിന് പിന്നാലെ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ വിമർശനവുമായി മുൻ യൂത്ത് കോൺഗ്രസ് നേതാവും നിലവിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എ കെ ഷാനിവും രംഗത്ത് വന്നു. ഉമ്മൻചാണ്ടിയുടെ മുന്നറിയിപ്പും തള്ളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയാക്കാൻ ഷാഫി പറമ്പിൽ രംഗത്തിറങ്ങിയതെന്ന് ഷാനി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കുറ്റപ്പെടുത്തി. എ കെ ഷാനിവിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: യൂത്ത് കോൺഗ്രസിൽ ഭാരവാഹിയായിരുന്ന സമയത്ത് താൻ ഉൾപ്പെടെ കൂടെയുള്ള എല്ലാവരും തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭാരവാഹികളായത്. എന്നാൽ ഇന്ന് നിരവധി ബലാത്സംഗ കേസിൽ പ്രതിയായ ഇയാൾ ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടെ നേരിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവുകയായിരുന്നു. അന്നു മുതൽ ആ അധാർമികവും നീതിരഹിതവുമായ ഇടപെടലിനെതിരെ ഞങ്ങൾ ശബ്ദമുയർത്തിയിരുന്നു. പിന്നീട് ഇങ്ങോട്ട് സഹപ്രവർത്തകരായ നിരവധി സ്ത്രീകളെ ഇയാൾ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ വിവരങ്ങൾ അറിഞ്ഞിട്ടും ഷാഫി അതിനോട് നിഷേധാത്മകമായിട്ടാണ് പ്രതികരിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ചർച്ച ഉയർന്നു വന്ന സമയം സാക്ഷാൽ ഉമ്മൻചാണ്ടി തന്നെ ഇയാളെ മാറ്റി നിർത്തണമെന്ന് നിർദ്ദേശിച്ചതാണ്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന പ്രതികരണമാണ് ഷാഫി പറമ്പിൽ അന്ന് നടത്തിയത്. സ്ത്രീകളോട് ഏറ്റവും അറപ്പുളവാക്കുന്ന രീതിയിൽ പെരുമാറുന്ന ഒരു ക്രിമിനലിനു വേണ്ടി ഉമ്മൻചാണ്ടിയെ പോലും അവഗണിച്ച് ശക്തമായി നിന്നയാളാണ് ഷാഫി. കോൺഗ്രസ്സുകാരായ ഷഹനാസും താര ടോജോ അലക്സും സജ്നയും ഒക്കെ ഈ വിഷയത്തിൽ പറയാൻ പറ്റുന്ന ഭാഷയിൽ അയാളെക്കുറിച്ച് പറഞ്ഞിട്ടും നേരിട്ട് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആക്കാനും ചാനലുകളിൽ വിളിച്ച് ചർച്ചയ്ക്ക് വിളിപ്പിക്കാനും പിന്നീട് ഉമ്മൻചാണ്ടിയെ അവഗണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാനും പാലക്കാട് MLA ആക്കാനും ഒക്കെ മുന്നിൽ നിന്നത് വടകര MP ഷാഫിയാണ്. ചാനൽ ഇന്റർവ്യൂവിലെല്ലാം അയാളെ പെണ്ണ് കെട്ടിക്കണം എന്നാലേ ശരിയാവൂ എന്ന് വഷളം ചിരിയിൽ പറയുന്നതും കേരളം കേട്ടിട്ടുണ്ട്. ഒരു പെൺകുട്ടി ഇവന്റെ വലയിൽപ്പെട്ട് വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷിച്ച് ആ കാര്യത്തെക്കുറിച്ച് ഷാഫിയോട് ചോദിച്ചപ്പോൾ വെറുതെ അബദ്ധത്തിൽ പോയി ചാടേണ്ട എന്ന് ഉപദേശിച്ചത്രേ. നിരവധി പെൺകുട്ടികളെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നതാണ് അറിയാൻ കഴിയുന്നത്. അതിൽ തന്നെ കൂടുതൽ കേസും ബലപ്രയോഗത്തിലൂടെയായിരുന്നു. പെൺകുട്ടികളുടെ മേലെ ചാടി വീണ് അവരെ ബലാത്സംഗം ചെയ്ത് അവരുടെ കഴുത്ത് പിടിച്ച് ശ്വാസം
ശ്വാസം മുട്ടിക്കുക, മുഖത്തടിക്കുക, മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുക, ഇതൊക്കെയാണ് അയാളുടെ രീതി. എല്ലാം അറിയുന്ന ഒരാളാണ് ഷാഫി. ഇനി ഒന്നും അറിഞ്ഞിരുന്നില്ല എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും എല്ലാം പുറത്തു വന്നതിന് ശേഷം എന്തായിരുന്നു നിലപാട്? കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങി പ്രതിയുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള പ്രസംഗമല്ലേ നടത്തിയത്? അയാൾ സ്വയം ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചു എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനല്ലേ ശ്രമിച്ചത്? വി.ഡി. സതീശൻ ആദ്യം എല്ലാ പിന്തുണയും കൊടുത്തെങ്കിലും നിരവധി കോൺഗ്രസ് നേതാക്കളുടെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം സതീശനും പൂർണ്ണമായി കൈവിട്ടു. സ്വന്തം അസ്ഥിയിൽ തൊട്ടപ്പോൾ വി.ഡി. സതീശന് വേദനിച്ചു. അപ്പോഴെങ്കിലും നിലപാട് മാറ്റി എന്നത് നല്ല കാര്യം. എന്നാൽ ആദ്യത്തെ പരാതിയിൽ തന്നെ ഇടപെട്ടിരുന്നുവെങ്കിൽ 5-6 പെൺകുട്ടികളെങ്കിലും രക്ഷപ്പെട്ടു പോയേനെ. ഷാഫി അപ്പോഴും കേസിയെ കൂട്ടുപിടിച്ച് സതീശനെതിരെയുള്ള നീക്കത്തിന് ഇറങ്ങുകയായിരുന്നു. എല്ലാം പുറത്തു വന്നതിന് ശേഷവും ആ ക്രിമിനലിന് വേണ്ടി KPCC ജനറൽ സെക്രട്ടറി വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്നയാളാണ് ഷാഫി പറമ്പിൽ. പാലക്കാട് വീടുകളുടെ തറക്കല്ലിടൽ ഷോയിൽ വന്ന നടികളിൽ ഒരാൾ എനിക്ക് ഷാഫി ചേട്ടനോട് പ്രണയം തോന്നിയിട്ടുണ്ടെന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ളയാളാണ്. ഷാഫി ചേട്ടൻ പറയാതെ ആ നടി പാലക്കാട് വരുമെന്ന് കരുതാനാവില്ല. അതും ഇത്രയും വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണ് എന്നുകൂടി ഓർക്കണം. പാലക്കാട്ടെ ഒരു KPCC ജനറൽ സെക്രട്ടറി ഷാഫിയുടെ നിർദ്ദേശമില്ലാതെ ആ പരിപാടിയിൽ പങ്കെടുക്കുകയുമില്ല. ബലാത്സംഗ കേസും ശബരിമല കേസും കൂടി കൂട്ടിക്കുഴയ്ക്കാൻ ഏറ്റവും അധികം ശ്രമിച്ചയാളാണ് ഷാഫി. ഈ നിമിഷം വരെ തനിക്ക് തെറ്റുപറ്റിയെന്നോ അയാളെ മനസ്സിലാക്കാൻ കഴിയാതെ പോയെന്നോ പറയാൻ ഷാഫി തയ്യാറായിട്ടില്ല. നിരവധി പെൺകുട്ടികൾ ഇപ്പോഴും ഡോസ് കൂടിയ മരുന്ന് കഴിച്ചിട്ടാണ് ഒന്ന് ഉറങ്ങുന്നത് പോലും. ഈ ഒരൊറ്റ ക്രിമിനൽ കാരണം ഇപ്പോഴും മനോരോഗ വിദഗ്ധന്റെ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടികൾ ഏറെയാണ്. അച്ഛനും അമ്മയും അറിഞ്ഞാൽ അവർക്കിതൊന്നും താങ്ങാൻ കഴിയില്ല, നെഞ്ച് തകർന്ന് മരിച്ചു പോകുമെന്ന് നിലവിളിക്കുന്ന പെൺകുട്ടികളുണ്ട്. അമ്മമാരോടാണ് ഈ ക്രിമിനലുമായി ഏതെങ്കിലും വിധം ഇടപെടാൻ സാധ്യതയുള്ള പെൺകുട്ടികളുടെ അമ്മമാരോട് മക്കളെ അടുത്തിരുത്തി ചോദിക്കണം. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് അവരുടെ കുറ്റമല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. കൂടെ നിൽക്കുമെന്ന് ഉറപ്പ് കൊടുക്കണം. കൂടെ നിൽക്കണം. സമാനമല്ലെങ്കിലും കേരളത്തിലെ ഒരു നടിക്ക് ഇതുപോലെ അതിക്രമം നേരിട്ടിട്ട് അവർ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നില്ലേ എന്ന് അവർക്ക് ധൈര്യം കൊടുക്കണം. പേപ്പട്ടി കടിച്ചതിന് കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. കൂടെ നിൽക്കണം. അല്പമെങ്കിലും മനുഷ്യത്വം ബാക്കിയുള്ള മനുഷ്യരെ കൂടെ നിൽക്കണമെന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഷാഫിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഷാഫി രാഹുൽ തമ്മിലുള്ള കൂട്ടുകെട്ട്, അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിന്തുണയൊക്കെ നമുക്കറിയാവുന്നതാണ്. രാഹുൽ ഈ ഒരു ബലാത്സംഗ കേസിൽ മറ്റ് ആരോപണങ്ങളൊക്കെ അകപ്പെട്ടപ്പോൾ ഏവരും ആദ്യം നോക്കുന്നത് ഷാഫിയുടെ പ്രതികരണം എന്താണ്. പക്ഷേ ഈ ഒരു ആരോപണങ്ങൾ വരുന്നു, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. പിന്നീട് ഈ ചോദ്യങ്ങൾക്കെല്ലാം രാഹുൽ ഇപ്പോൾ പാർട്ടിയിലില്ല, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്നടക്കമുള്ള ഒരു മറുപടിയാണ് ഷാഫിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും അതിരൂക്ഷ വിമർശനം AK ഷാനിബ്, അതുപോലെ തന്നെ VK സനോജ്, സരിൻ അടക്കമുള്ളവർ ഷാഫിക്കെതിരെ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.